കുമാര. ഓ പറ മുതലാളി, എന്തിന് കുമാരനുണ്ട് കൂടെ? നീ പെരുമാൾപുരം വരെ ഒന്ന് പോണം. അതെങ്ങനെ മുതലാളി? എന്നെ അവിടുന്ന് പുറത്താക്കിയതല്ലേ? പോണമെന്ന് പറഞ്ഞാൽ പോകാം, അതായിരിക്കണം മറുപടി. മനസ്സിലായോ? മുതലാളി പോവാം. ചിറ്റൂര് ഭാഗത്ത് ഏത് വേലയും പൂരവും നടക്കണത്തും ഞാൻ പോയി കാത്തു നിൽക്കും. നീയും മോളും വന്നാൽ ഒരു നോട്ടം കാണാമല്ലോ എന്ന് കരുതി. വേലയും പൂരം കാണാൻ പറ്റിയ നിലയും സ്ഥിതിയുമാണോ എനിക്കും എൻ്റെ കുട്ടിക്കും? നിന്റെ കാര്യം പോട്ടെ, വിധിയെന്ന് കരുതി ഞാൻ സഹിക്കുന്നു. ഈ കുട്ടി എന്തു പഴിച്ചു? മോളെ, അച്ഛനെ സ്വപ്നം കണ്ടുവെന്നും പറഞ്ഞ് പാതിരാത്രിക്ക് എഴുന്നേറ്റിരുന്ന് കരച്ചില്ല. എന്ത് ചെയ്യാനാ ദേവകി, എൻ്റെ തലയിലെഴുത്ത് തെറ്റിപ്പോയി. നേരെ ആവാനുള്ള സമയം കഴിഞ്ഞിട്ടില്ല ഇനിയും. ഇപ്പോൾ ഒരു പണിയുണ്ട്, അതിന് ചേർന്ന വരുമാനവും. അയ്യോ, അച്ഛൻ്റെ വാവ അങ്ങനെയൊന്നും പറയരുത്. അവള് കൊച്ചുകുട്ടിയൊന്നുമില്ല. അവര് വലിയ തമ്പുരാക്കന്മാർ തമ്മിലുള്ള ശത്രുത, അത് അവരുടെ കാര്യം. നമുക്കതിലെന്താ? ഇതാ പിടിച്ചു കുറച്ചു കൊണ്ടുപോയതും കട്ടതും ഒക്കെ ഇനിയും ഒരുപാടുണ്ട്. തൽക്കാലം ഇത് വച്ചോ. ഞാൻ ഇറങ്ങാ. ആരുടെയെങ്കിലും മുന്നിൽ പെടും മുമ്പ് പെരുമാൾപുരത്തിന്റെ ഗോപുരം കടക്കണം. രണ്ടുപടി ചോറ് തിന്നിട്ട് പൊയ്ക്കോളൂ. നേരം വെളുക്കുന്നവരെ ഞാനിവിടെ ഉമ്മറത്ത് കിടന്നോളാം. എന്നിട്ട് നീ രാവിലെ ദേവർ മഠത്തിൽ പോകുമ്പോൾ കൂടെ വന്ന് ഉണ്ണിത്തമ്പുരൻ്റെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കാം. 5 മാസ ശിക്ഷയിൽ ഒരു ഇളവ് മൂപ്പര് വിചാരിച്ചാൽ നടക്കും. നല്ല കാര്യം. എന്റെ ഭഗവതി, നല്ല ബുദ്ധി തോന്നിച്ചു തുടങ്ങി നീ. എല്ലാം കലങ്ങി തെളിയാൻ പോവല്ലേ എൻ്റെ ദേവകി. എന്താ കുമാരൻ അങ്ങോട്ട് മാറിക്കേ. ദേവകി ഇന്ന് വൈകിയല്ലേ? എന്താ? ഒന്നുമില്ല, ഞാനൊന്ന് കുളി കഴിഞ്ഞിട്ട് വന്നേക്കാം. ദോശമാവ് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. എന്താ സമയം? ഇല്ല, ആരോ ഒരാൾ ഇതിലെ പോയ പോലെ തോന്നി. ഇവിടെ ഇപ്പൊ ആര് വരാനാ? സ്വാമിക്ക് തോന്നിയതായിരിക്കും. തോന്നിയതായിരിക്കാം. ശരി, വാ. ഈശ്വര, പല്ല് കാണിച്ചോളൂ. എന്തിനാ? വെളുത്തോ നോക്കണ്ടേ? എന്റെ പല്ല് പരിശോധിക്കാൻ നിങ്ങൾ ആരാ? പല്ല് ഡോക്ടറോ? കാപ്പിയും പലഹാരവും വേണ്ട, ഞാൻ കാപ്പിയുടെ നിർത്തി. കുട്ടി കുറുമ്പി, ഞാൻ ദേ വരുന്നു. അമ്മേ, എനിക്ക് ദോശതാ. അപ്പ സ്വാമി വരട്ടെ മോളെ. അപ്പ സ്വാമി കള്ളനാ. അമ്മ ദോശതാ. ഇന്ന് എനിക്ക് ഫസ്റ്റ് അടിച്ചിട്ട് ഉണ്ണിത്തമ്പുരാനെ പൊട്ടിക്കണം. വിളമ്പണ ജോലി അപ്പ സ്വാമിയുടേതാടെ കുട്ടാ. അമ്മ ദോശ ഇരുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഇന്നലെ അച്ഛൻ വന്ന കാര്യം ഞാൻ എല്ലാവരോടും പറഞ്ഞു കൊടുക്കും. അയ്യോ, പതുക്കെ, ആരെങ്കിലും കേട്ടിട്ടുണ്ടല്ലോ. അപ്പം മര്യാദക്ക് ദോശതാ. അച്ഛന്റെ മൂട് തന്നെയാ നീ. പേടിപ്പിച്ച് കാര്യം നടത്തും. ചട്നി. ഉണ്ണിത്തമ്പുരാനെ, ഉണ്ണിത്തമ്പുരാനെ തോപ്പിച്ച് ഞാൻ ഫസ്റ്റ് അടിച്ചല്ലോ. എടി ഭയങ്കരി, നീ അപ്പാസ്വാമിയുടെ കണ്ണ് വെട്ടിച്ചു അല്ലേ? ഞാൻ അമ്മയോട് പറഞ്ഞു. പതുക്കെ കഴിക്കുക, ഫസ്റ്റ് പ്രൈസ് നിനക്ക് തന്നെ. ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ഇന്ന്. ഇവൾക്ക് കുറച്ച് വെള്ളം കണ്ടെടുത്തേ.
എവിടെ പോയി കിടക്കണവരൊക്കെ? എന്താ വണ്ടി എടുക്ക. എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എന്നെ ഒന്ന് കാണിക്ക്. അത് കഴിഞ്ഞ് എന്നെ തല്ലിക്കൊത്തോ. ഇല്ല പന്നി, നിന്നെ നീ മണ്ണി കണ്ടുപോകരുത്. ഗിരി മുതലാളി പറഞ്ഞിട്ട് ചെയ്തതാണ് നാരായണനെ കൊല്ല. എന്നിട്ട് നിന്നെ കൊല്ലാതെ വിടുന്നത് അദ്ദേഹത്തിന്റെ ദയ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഒരു കോപ്പം പറയണ്ടടാ നായെ. ഓടിക്കോ. ആ മോക്ക് വേണ്ടി നാട് മുഴുവൻ കരയണം. എണീക്കണം, ഓടണം. കുട്ടികളുടെ അവസാനം ജീവൻ ഉപേക്ഷിച്ച ഉടനെ തോപ്പിക്കുന്നു ഞാൻ കരുതിയില്ല. ദൈവഹിതം. കൂടുതലൊന്നും പറയാൻ നമുക്കാവില്ല. വാക്കുകൾക്ക് പ്രസക്തിയില്ലാത്ത സന്ദർഭമാണിതെന്നറിയാം. എങ്കിലും പറയാതെ വയ്യ നാരായണൻ. നിങ്ങളുടെ വ്യക്തിപരവും കുടുംബപരവുമായ വഴക്കുകളുടെ നിരന്തര വൈരത്തിന്റെ പുലപ്പോരിന്റെ ഇരയാണ് ഈ കിടക്കുന്ന കുട്ടി. അതെ, നിങ്ങളാണ് ഇതിന്റെ ഉത്തരവാദി. നിങ്ങൾ കൊല്ലുകയായിരുന്നു ഈ പിഞ്ചു കുഞ്ഞിനെ. സമാധാനത്തിന്റെ നന്മയുടെ വഴിയിലൂടെ ഒരു ചെറു സമൂഹത്തെ നയിക്കുന്ന വിശുദ്ധനായ ഇടയൻ എന്ന നിങ്ങളുടെ മുഖപടമാണ് ഇവിടെ അഴിഞ്ഞു വീണിരിക്കുന്നത്. മാടമ്പി തമ്പുരാക്കന്മാരുടെ കള്ളച്ചൂതുകളിൽപ്പെട്ട് പ്രാണം പിടിയാൻ ഈ പാവം കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തു? കുട്ടികൃഷ്ണ, ഇത് ചന്തപ്പറമ്പല്ല നിനക്ക് കണ്ടക്ഷോഭം ചെയ്യാൻ. ഒരു ഗ്രാമം മുഴുവൻ വിങ്ങിപ്പൊട്ടി കരയുമ്പോഴാ അയാള് പറയട്ടെ വെള്ളോടി. ആരെങ്കിലും പറയാൻ ധൈര്യം കാട്ടേണ്ടിയിരിക്കുന്നു ദേവർമഠത്തിലെ തമ്പുരാനോട്. ഇനിയും നിരപരാധികൾ നിങ്ങളുടെ താന്തോന്നി തരത്തിന്റെ പടപ്പുറപ്പാടിന്റെ പേരിൽ ബലി കൊടുക്കരുത്. എനിക്കതേ പറയാനുള്ളൂ. ഈ പാവം ജനങ്ങൾക്ക് ധീരനായ നേതാവും കാണപ്പെട്ട ദൈവവുമാണ് നിങ്ങൾ. അവരെ ഇനിയും വഞ്ചിക്കരുത്. നിങ്ങൾക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഇവരിൽ പലരും തയ്യാറായെന്ന് വരാം. പക്ഷെ ഉപയോഗിക്കരുത്, ആയുധമാക്കരുത് ഈ പാവങ്ങളെ. യാത്ര പറയുകയാണ്. എങ്ങോട്ട് പോകുന്നു? ലക്ഷ്യമല്ല പ്രധാനം. പോകുന്നു പെരുമാൾപുരത്തിന് പുറത്തേക്ക്. എന്തിന്? എന്തുണ്ടായി അതിനു വേണ്ടി? നാട്ടുകൂട്ടം വിളിക്കാൻ ഞാൻ പറഞ്ഞതായി നിങ്ങൾ അവരോട് പറയണം. എന്നിട്ട് കുട്ടികൃഷ്ണന്റെ പ്രസംഗത്തിന്റെ പൊരുൾ അവർക്ക് മുമ്പിൽ അവതരിപ്പിക്കണം. ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കാൻ അവരുടെ നേതാവിനെ തള്ളി പറയുമോന്നറിയാൻ അവന്റെ ശ്രമമല്ലായിരുന്നു അത്? അറിയാം, നന്നായിട്ടറിയാം. പക്ഷേ നാട്ടുകൂട്ടം ഒരേ സ്വരത്തിൽ പറയണം ഞാൻ തെറ്റുകാരനല്ലെന്ന്. ഒരു വേറിട്ട ശബ്ദം എന്നെ പഴിചാരുകയാണെങ്കിൽ ഞാൻ അർഹനല്ല പെരുമാൾപുരത്ത് കഴിയാൻ. ശിക്ഷ വിധിക്കാൻ പറയൂ. പൂർണ്ണ മനസ്സോടെ ഞാൻ സ്വീകരിക്കും. എന്താ നിങ്ങൾ ഈ പറയുന്നത് നാരായണ? നിങ്ങളെ പെരുമാൾപുരം വിചാരണ ചെയ്യാനോ? വേണം, അറിയണം അവരോരോരുത്തരുടെയും മനസ്സ്. അതിനാണ് നാട്ടുകൂട്ടം വിളിക്കാൻ പറഞ്ഞത്. എന്റെ സാന്നിധ്യത്തിൽ സത്യം പറയാൻ മടി കാണിച്ചു എന്ന് വരാം. ആ കുരുന്നിന്റെ മരണത്തിന് ഉത്തരവാദി ഞാനാണെന്ന് ഒരാളുടെയെങ്കിലും മനസ്സിൽ തോന്നിയാൽ അതിന്റെ അർത്ഥം നാരായണന് പഴിച്ചു എന്ന്. അതുകൊണ്ടാണ് എന്റെ അഭാവത്തിൽ ഇത് ചെയ്യാൻ ഞാൻ നിങ്ങളോട് പറയുന്നത്. വഴി തടയരുത്. പെരുമാൾപുരത്തിന്റെ തീരുമാനം അറിയിക്കുക. പലായനത്തിനും പുനരാഗമനത്തിനും തയ്യാറാണ് നാരായണൻ, അനുസരണയുള്ള പ്രജയെപ്പോലെ.